കരുതലിന്റെയും കാരുണ്യത്തിന്റെയും കാര്യത്തിൽ മുന്നിൽ UAE തന്നെയാണ് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. പ്രവാസികൾക്ക് ഇത്രത്തോളം മാനുഷിക പരിഗണന നൽകുന്ന മറ്റൊരു രാഷ്ട്രവുമില്ലെന്ന് തന്നെ പലപ്പോഴും പറയേണ്ടി വരും. സ്വദേശികളെന്നോ വിദേശികളെന്നോ യാതൊരുവിധ ഭിന്നതയും കൂടാതെയാണ് UAE ഏവരെയും പരിഗണിക്കുന്നത്. അത്തരത്തിലേറെ പ്രാധാന്യമേറിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകം ഞെട്ടലോടുകൂടെ ഉറ്റുനോക്കുന്ന അഫ്ഗാൻ ജനതയെ താലിബാൻ പിടിച്ചടക്കിയതിന് പിന്നാലെ നാടുവിട്ട അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി ഇപ്പോൾ ഇവിടെയാണ്. എന്നാൽ ഇതിലൂടെ UAE ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്ന് രാജ്യം വിട്ട അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിക്ക് UAE അഭയം നൽകിയതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ മാനുഷിക പരിഗണന നൽകിയാണ് ഗനിക്കും കുടുംബത്തിനും അഭയം നൽകിയതെന്ന് UAE വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ വീഡിയോ സന്ദേശവുമായി അദ്ദേഹവും രംഗത്തെത്തി. താലിബാനുമായി നടക്കുന്ന ചർച്ചകൾക്ക് പിന്തുണ നൽകുന്നതായി ഗനി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ നിറയെ പണവുമായാണ് താൻ പോയതെന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഒരു ജോഡി വസ്ത്രവും ചെരുപ്പുമായാണ് അഫ്ഗാൻ വിട്ടത്. എന്നാൽ ദുബായിൽ ഒളിവിൽ തുടരാൻ തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങാനുള്ള ആലോചനയിലാണ്. നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടം തുടരും. അഫ്ഗാന്റെ പരമാധികാരവും യഥാർത്ഥ ഇസ്ലാമിക് മൂല്യങ്ങളും ദേശീയ നേട്ടങ്ങളും പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. 4 കാറ് നിറയെ പണമടങ്ങിയ പെട്ടികളുമായാണ് ഗനി ഹെലികോപ്റ്ററിൽ കയറാൻ എത്തിയതെന്ന് കാബൂളിലെ റഷ്യൻ എംബസി വെളിപ്പെടുത്തിയതായി റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പണം മുഴുവൻ കോപ്റ്ററിൽ കയറ്റാനായിട്ടില്ലെന്നും ബാക്കി ഉപേക്ഷിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഖജനാവ് കൊള്ളയടിച്ചു മുങ്ങിയതിന് അഷ്റഫ് ഗനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് തജിക്കിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാൻ എംബസി ഇന്റർപോളിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഞായറാഴ്ച താലിബാൻ സേന തലസ്ഥാനമായ കാബൂളിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ഗനി അയൽരാജ്യമായ തജിക്കിസ്ഥാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ നിന്ന് ഇദ്ദേഹം കുടുംബത്തോടൊപ്പം ഒമാനിലെത്തിയതായാണ് പിന്നീട് റിപ്പോർട്ട് പുറത്തു വന്നത്. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് UAE എത്തിയതായിട്ടാണ് സ്ഥിരീകരണം വന്നത്. താലിബാൻ സൈന്യം ഞായറാഴ്ച കാബൂളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ രാജ്യം വിട്ടതിന് മുൻ മന്ത്രിമാർ ഗനിയെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. 2014 മുതൽ 6 വർഷത്തിലേറെ അഫ്ഗാൻ പ്രസിഡന്റായിരുന്നു ഗനി.